അങ്ങനെ അതിനെ ശിവലം തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോഴാണ് സ്കൂളിൽ വെച്ച് ഗംഗങ്ങും അവന്റെ പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയൊക്കെ നോക്കും. പക്ഷെ അവനാണ് പരീക്ഷയ്ക്ക് എന്തായാലും തോറ്റോയെന്ന് അവൻ തന്നെ ഉറപ്പിച്ചിട്ട് അവൻ മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കുക. അതുകൊണ്ട് അവനിപ്പോൾ ഒരു ഫോക്കസ് ഇല്ലാതെ ഒരു ഭ്രാന്തടിച്ച അവസ്ഥ ഇരിക്കുവാണ്. അതുകൊണ്ട് അന്ന് രാത്രി ഗംഗങ് വീട്ടിൽ വെച്ച് അവനെ വിളിച്ചു നോക്കുമ്പോൾ അവനാണ് ഇപ്പോൾ അവളുടെ വീട്ടിന്റെ പുറത്ത് തന്നെ കാണും. അങ്ങനെ അവൾ കുറെ പ്രാവശ്യമായിട്ട് വിളിക്കുമ്പോഴാണ് ഇവന് ഫോൺ എടുക്കുന്നത്. അപ്പോഴാണ് അവളും ഇവന്റെ പരീക്ഷ എങ്ങനെ പോയി ചോദിക്കുമ്പോൾ അവനാണ് വലുതായിട്ടൊന്നും എഴുതിയില്ലെന്ന് പറഞ്ഞ് കുറച്ച് വിഷമിച്ചൊക്കെ പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലോ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ അവനാണ് ഇപ്പൊ ലേറ്റായെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവന്റെ അമ്മയും ഈ സമയത്ത് ഇവൻ എവിടെയൊക്കെ പോയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ചു ദൂരം നടക്കാൻ പോയതെന്ന് പറഞ്ഞ് ഇവൻ അവന്റെ അമ്മയോട് പറയുമ്പോൾ അവരും കോമ്പറ്റീഷന് ഫസ്റ്റ് വാങ്ങിച്ചില്ലെങ്കിലും സെക്കൻഡെങ്കിലും വാങ്ങിക്കുവാൻ ചോദിക്കും. അങ്ങനെ കഴിഞ്ഞ തവണയൊക്കെ ഇവൻ ആ ലെവലൊക്കെ മാർക്ക് വാങ്ങിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഈ തവണ അത്രയ്ക്കൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് ചെല്ലും. അങ്ങനെ ഓരോ ദിവസവും യൂഹെ ഇങ്ങനെ വലുതായിട്ട് സംസാരിക്കാതിരിക്കുമ്പം ഗംഗങ്ങാണ് നേരെ ഷൗമയുടെ അടുത്ത് ചെന്നിട്ട് അവൻ എന്തോ പറ്റിയും ചോദിക്കും. അപ്പോഴാണ് ഷൗമയും അവൻ എന്തോ പറ്റി, അവനൊരു കുഴപ്പമില്ലല്ലോ എന്ന് ഇവനും പറയുമ്പം ഗംഗങ്ങും ചുമ്മാ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ പരീക്ഷ നല്ലോണം എഴുതാത്തോണ്ട് മൊത്തം ഡള്ളായി കിടക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഷൗമയും എങ്കിൽ പിന്നെ അവനെ വെറുതെ ഇട്ടേക്ക്, അവൻ തനിയെ ഉയർന്നു വന്നോളെന്ന് പറഞ്ഞ് അവൻ അങ്ങനത്തെ ടൈപ്പാന്ന് പറയും. അപ്പോഴാണ് ഇവളറിയാൻ വരുന്ന ഈ തവണ ഷൗമോ അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമേ നല്ല കോളേജ് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ഓഫർ കിട്ടി കാണത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും യൂഹയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി അവനെ പാട്ട് കേൾപ്പിക്കുമ്പം അതേസമയം അഡ്മിഷൻ ഓഫർ കിട്ടിയവരെയൊക്കെ അനൗൺസ് ചെയ്തിപ്പോൾ ഓഫീസിലേക്ക് വിളിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനും ഇതിനു വേണ്ടിയാണ് പാട്ട് കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് എന്തോ താഴ്ത്തി വിചാരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയിരിക്കും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പം ഷൗമയും യൂഹയെ കുറെ സമാനപ്പെടുത്താൻ നോക്കും. അങ്ങനെ പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചത് ഞാൻ കാരണമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ ഒന്നും കൂടെ നല്ലോണം പഠിച്ച് എഴുതാൻ വേണ്ടി പറയുമ്പം യൂഹയാണ് 3 വർഷം ഇതിനു വേണ്ടി പഠിച്ച് വേസ്റ്റ് ആയെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ തന്നെ ഇരിക്കും. അപ്പോഴാണ് ഷൗമയും എങ്കിൽ പിന്നെ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗംഗങ്ങ കുറെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് പോയ ഉടനെ അടുത്ത ദിവസമായിട്ട് ഇവനും ഗംഗങ്ങനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ നോർമലായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം മഴയത്ത് യൂഹയുടെ അമ്മയാണ് ഇവന് വേണ്ടി കോട സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പം അതേസമയം അവൻ ഗംഗങ്ങായിട്ട് ഒരുമിച്ച് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് കാണുന്ന അവന്റെ അമ്മ പണ്ടത്തെ പോലെ ഇവൻ വഷളാകുമെന്ന് പേടിച്ചിട്ട് അവനെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ടും ഇവൻ അറിയാതെ അവന്റെ ഫോണൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. അതേപോലെ അടുത്ത ദിവസം ഇവിടെ ഗംഗങ്ങാണ് യൂഹയെ സമാനപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടേക്ക് വന്ന് യൂഹയുടെ അമ്മ ഇതെല്ലാം കണ്ട് അന്ന് വൈകിട്ട് സ്കൂൾ കഴിയുന്നവരെ അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഗംഗങ് ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവളെ വിളിച്ചു വരുത്തി ഇനി തൊട്ട് യൂഹയെ ശല്യപ്പെടുത്താതെ അവന് പഠിക്കാൻ കുറച്ച് സമയം കൊടുക്കാൻ പറയും. അങ്ങനെ ഇവള് കാരണം അവൻ പഠിക്കാത്തതെന്ന് അവന്റെ അമ്മ സംസാരിക്കുമ്പം ഇതേക്കുന്ന ഗംഗങ്ങാണ് ഒരേ ഇവള് അവന്റെ കൂടെ സംസാരിച്ച് പ്രണയത്തിൽ വീഴുന്ന് പേടിച്ചിട്ടാണോ ഇവരിപ്പൊ ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പം അവന്റെ അമ്മയാണ് ആ ഒരു ഉദ്ദേശത്തിലൊന്നല്ല, എന്നാലും ഫിസിക്സ് കോമ്പറ്റീഷന് അവൻ തോറ്റുപോയതുകൊണ്ട് ഇനി നല്ലോണം പഠിച്ചാൽ മാത്രമേ അവൻ അഡ്മിഷനെ കിട്ടത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളെ പഠിപ്പിച്ച് അവന്റെ സമയം പോകുമെന്ന് പറയുമ്പം ഗംഗങ്ങും അവൻ കുറെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്, കൂടാതെ നിങ്ങൾക്ക് അവനെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ സ്ഥിരം അവന്റെ സീറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ അവൻ സമാധാനത്തിൽ പഠിക്കും. എനിക്കറിയാം നിങ്ങൾ അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നത്, പക്ഷെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് അവന് വിശ്വാസമില്ലാത്ത പോലെ കാണിക്കുന്നത്. കൂടാതെ ഞങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പഠിക്കുന്ന മാത്രമേ ഉള്ളൂ എന്ന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയ ഉടനെ അവന്റെ അമ്മയ്ക്ക് തെറ്റ് മനസ്സിലാക്കി അന്ന് രാത്രി യൂഹയോട് കുറെ സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവനാണ് ഗംഗങ്ങിന് പുറത്തേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് ഇവന്റെ അമ്മയ്ക്ക് ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞ് അവൻ ഇന്നലെ നടന്ന കാര്യമൊക്കെ ഇവളോട് ഷെയർ ചെയ്യും. അപ്പോഴാണ് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ നല്ലതാന്ന് പറയുമ്പം അവനാണ് ആദ്യമായിട്ട് രണ്ടുപേരും കുറച്ച് കെയറിങ്ങോടൊക്കെ സംസാരിച്ചുകൊണ്ട് എന്തോ പറയണമെന്നറിയാതെ ഇവനും പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയെന്ന് പറയും. അതിനുശേഷം അവനും ഇനി പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അവന്റെ മനസ്സ് പറയാന്ന് പറയുമ്പം പെട്ടെന്ന് അവളാണ് ഇവനോട് ദേഷ്യത്തി ഇവനെ കണ്ട് മോട്ടിവേറ്റ് ആയി അവൾ പഠിക്കാൻ തുടങ്ങിയ, എന്നിട്ട് ഇവൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയാന്ന് പറഞ്ഞ് അവന് ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവരുടെ എൻട്രൻസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. സ്കൂളിൽ കുറെ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തും. അപ്പോഴാണ് ആ പരീക്ഷയിൽ സംഗ്ഡാൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അവൾക്കെന്തോ വലിയ സീനൊക്കെ ആയെന്ന് ക്ലാസ് ലീഡർ യൂഹയോടും ഗംഗങ്ങിനോടൊന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ മൊത്തം ടെൻഷനായിരിക്കുമ്പം ഹങ്ഷിനോട് ഇവർ ചോദിച്ചു നോക്കുമ്പോഴാണ് അവനാണ് ക്ലാസ്സിൽ ഷൗമയും സാറുമാരായിട്ട് എന്തോ തർക്കിച്ച് പുറത്തേക്ക് പോകുന്ന കണ്ടായിരുന്നു പറയും. അതിനുശേഷം അന്ന് രാത്രി സംഗ്ഡാനും ഷൗമയും കൂടെ എന്തോ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഇവരെ പുറത്തേക്ക് വിളിക്കും. അങ്ങനെ സംഗ്ഡാൻ കോപ്പി അടിച്ചില്ലെങ്കിലും ആ സാറുമാരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവളെ കുറെ വഴക്കുറഞ്ഞുകൊണ്ട് ഷൗമ ഇടക്കേറി തർക്കിച്ചെന്ന് അറിയും. അങ്ങനെ അവന് 2-3 വാക്കുകളൊക്കെ അങ്ങനെ അറിയാതെ വിട്ടതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇപ്പൊ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് ഈ കാര്യം അറിയുന്ന അവർ രണ്ടുപേരും കൂടെ എങ്കിൽ പിന്നെ ഇവരെങ്ങനെ പരീക്ഷ എന്ന് പറഞ്ഞ് അവരൊക്കെ പേടിച്ചു പോകുമ്പം ഷൗമയാണ് അതൊന്നും സീനില്ലെന്ന് പറഞ്ഞ് ഇവരുടെ ക്ലാസ് ടീച്ചർ സ്കൂളിൽ വരാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, അല്ലാതെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാന്ന് പറഞ്ഞ് ഇവരാ കാര്യം അവരോട് പറയും. അങ്ങനെ യൂഹയെ പോലെ തന്നെ ഇപ്പൊ ഷൗമയ്ക്കും അഡ്മിഷന്റെ ഓഫർ ഒന്നുമില്ല. അതുകൊണ്ട് രണ്ടുപേരും ഈക്വലായി നിറഞ്ഞ് അവരൊക്കെ ചുമ്മാ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സംഗ്ഡാനെ കൊണ്ടാക്കാൻ വേണ്ടി ഇവനെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പുറത്ത് വെച്ച് പാൻസാറിനെ കണ്ടുമുട്ടും. അതോടെ അവനും കുറച്ച് ജാടയെ കാണിച്ച് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. കാരണം പാൻസാറാണ് ആരും കോപ്പി അടിക്കലെന്നൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെ ഓരോ ദിവസം എൻട്രൻസ്
എക്സാമിന് വേണ്ടി ഇവര് കട്ടയ്ക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവരുടെ എക്സാമിന്റെ ഡേറ്റും വരുമ്പോഴാണ് തലേദിവസം സാർ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ സ്പീച്ച് കൊടുക്കും. അങ്ങനെ അതോടെ എല്ലാവരും കൂടെ സങ്കടത്തി ഇനി ഈ സ്കൂളൊക്കെ മിസ് ചെയ്യുന്നറിഞ്ഞ് അവരിയ്ക്കുമ്പം സാറും എല്ലാവരും പഠിച്ച് എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ മാക്സിമം പേപ്പറൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കണം എന്നറിഞ്ഞ് സാറും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ക്ലാസ് ടീച്ചറായിട്ട് ആദ്യം പഠിപ്പിച്ച ഈ ക്ലാസ് എന്നറിഞ്ഞ് സാറ് സന്തോഷിച്ചിരിക്കും. അങ്ങനെ അതിനുശേഷം ആദ്യം ഗംഗങ്ങിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച പോലെ ഇപ്പൊ അവസാനമായിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അതിനുശേഷം പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ യൂഹിയാണ് ഗംഗങ്ങിനെ അവന്റെ സ്പോട്ടിലേക്ക് വരാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ മുമ്പ് പ്രോമിസ് ചെയ്ത പോലെ ഇപ്പൊ ഒരു മരം കുഴിച്ചു വയ്ക്കാന്ന് പറഞ്ഞ് അവനും പറയുമ്പം ഇവള് പെട്ടെന്ന് ഇമോഷണലായി ആ കാര്യക്ക് ഇവന് ഓർമ്മയുണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ മറക്കാൻ ഇവളെ പോലെ മണ്ടിയാണെന്ന് പറഞ്ഞ് ചുമ്മാ കരഞ്ഞ് വെള്ളം വേസ്റ്റ് ചെയ്യാതെ ഇവന്റെ കൂടെ സഹായിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവനും നാളെ പരീക്ഷ ആയതുകൊണ്ട് ഇവരുടെ ലക്കി മാർക്ക് പരസ്പരം ഇങ്ങനെ വരച്ചു കൊടുക്കും. അതിനുശേഷം അവനാണ് പഠിച്ചിറങ്ങുന്നവരെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇവളോടുള്ള ഇഷ്ടം പറയാത്ത. പക്ഷെ ഇപ്പൊ ഇവര് പഠിച്ച് പാസ്സായതുകൊണ്ട് ഇവനും എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിയും. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവളും അത് ഗിഫ്റ്റാന്ന് എന്തോ ഉറപ്പെന്ന് പറഞ്ഞ് തിരിച്ച് അവനെ കളിയാക്കുമ്പം അവന് നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിന്റെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ പ്രോമിസ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് ഗംഗങ്ങും യൂഹി അന്വേഷിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പം അവനാണ് എവിടെയും കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവളും ഇവൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയിന്ന് അവന് ഫോൺ വിളിച്ചൊക്കെ നോക്കുമ്പം അവന്റെ ഫോൺ റീച്ച് ആവത്തില്ല. അങ്ങനെ അവനെ കാണാത്ത വിഷമത്തി ഇവൾ ആ മരത്തിന്റെ അവിടെ ചെന്നിട്ട് അവനോർത്ത് ഇങ്ങനെ സങ്കടത്തിരിക്കും. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കിപ്പോ കാണിക്കുവാണ്. അതായത് ഇവരിപ്പോ കോളേജൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഗംഗങ്ങിന് ഒരു ജോലിയായി. അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഫോട്ടോഗ്രാഫറായിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇവള് ചെയ്തു കൊടുക്കുന്ന വർക്കൊന്നും അവരതേപടി യൂസ് ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുമ്പം ഇവളാണ് ഇതിനും ഭേദം ഈ ജോലി ഇല്ലാത്തതെന്ന് പറഞ്ഞ് അവൾ അപ്പൊ തന്നെ ആ ജോലി വേണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോഴാണ് ഇവൾ സർപ്രൈസ് ആകുന്ന പോലെ പെട്ടെന്ന് ലൂഷ്യൻഹയുടെ ഫ്ലവേഴ്സുമായിട്ട് ഇവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യും. പക്ഷെ ഈ തവണ അളിയന്റെ ലവ് പ്രപ്പോസൽ അല്ല, കല്യാണ പ്രപ്പോസലാണ്. പക്ഷെ അവളാണ് ഇപ്പൊ മൂഡില്ലാത്തോണ്ട് പുറത്തേക്ക് ചെല്ലുമ്പം അവന് റൊമാൻറ്റിക് മൂഡൊന്നും വന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ ചെല്ലും. എന്നിട്ട് പുറത്ത് വെച്ചിട്ട് അവളും ഇവൾക്കിപ്പോ ജോലി ഇല്ലാത്തതിന് കൺഗ്രാജുലേഷൻ പറയുമ്പം അവനാണ് ഇത് എത്രാമത്തെ പ്രാവശ്യം ജോലി കളയുന്നതെന്ന് ഇവനും ചിരിച്ചോണ്ട് ഇവള് പക്കാ മാസം നിറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ വന്ന് അവൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞിട്ട് ഇവൻ ഇതുവരെ 56 പ്രാവശ്യമെങ്കിലും പ്രപ്പോസ് ചെയ്താണ് ഇവൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ടച്ച് ആയില്ലും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അത്രയ്ക്കൊന്നും ആയില്ലെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പറഞ്ഞിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ സ്വന്തമായിട്ട് ഫോട്ടോ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറയും. അതിനുശേഷം അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അനിയൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനോട് സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവനാണ് ചേച്ചിക്ക് വേണ്ടി പുതിയ വീട്ടിൽ വലിയ റൂം തന്നെ റെഡിയാക്കി വെച്ചേക്കെന്ന് പറഞ്ഞ് അവളോട് സംസാരിച്ചോണ്ടേ പോകും. എന്നിട്ട് ഗംഗങ്ങ് പുതിയ വീട് കണ്ടിട്ട് അവൾക്കാണിത് ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാം ഇവളെ കണ്ട് സന്തോഷെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവൾ ജോലിയിൽ നിന്ന് ഇറങ്ങിയെന്ന കാര്യം അറിയാൻ വരും. അതേസമയം അവളുടെ അമ്മയും വീഡിയോ കോൾ ചെയ്ത് ഇവൾ എന്തിനാ ജോലിയിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പം അവളാണ് ഇവളുടെ ഇഷ്ടത്തിനൊന്നും ഫോട്ടോസ് എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. കൂടാതെ ഇവളുടെ അമ്മ ഇപ്പോൾ പുതിയ കല്യാണം കഴിച്ച് അവരൊരു സന്തോഷമായിട്ടുള്ള ജീവിതം സ്റ്റാർട്ട് ചെയ്തേക്കുക. അങ്ങനെ ഇവളുടെ ഇഷ്ടം ഏതാണോ അത് തന്നെ അവര് സമ്മതിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഗംഗങ്ങിന്റെ അച്ഛനും മറ്റേ ആന്റിയും കൂടെ ഇതിനുമ്പ് കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ജോലി നോക്കുന്നുണ്ട് വേണ്ടെന്ന് വെച്ച്, പക്ഷെ ഇപ്പൊ മോൾക്ക് ഒരാളെ സെറ്റാക്കി തരാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഫോഴ്സ് ചെയ്ത് ഇവളൊരു ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞയക്കാൻ നോക്കും. അങ്ങനെ അതിനുശേഷം ഗംഗങ്ങ അവളുടെ പുതിയ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആദ്യം തന്നെ ഇവളുടെ സ്കൂളിൽ ചെന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവൾക്കൊരു കസ്റ്റമർ തരും. പക്ഷെ ആ കസ്റ്റമറുടെ പേരോ അതാരാന്ന് ഇവൾക്കൊന്നും അറിയത്തില്ല. പൈസ മാത്രം അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് ഇവളെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഇവളുടെ പഴയ സ്കൂൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആരാ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളിപ്പോ അവിടെ ചെല്ലുമ്പം അവിടുത്തെ വാച്ച്മാനാണ് ഇവൾ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് അവൾ ഇവിടെ പഠിച്ചതെന്ന് പറഞ്ഞ് അവളുടെ ക്ലാസ് ടീച്ചറിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ആ വഴി കൂടെ പോകുന്ന വേറൊരു ടീച്ചറാണ് ഇവളെ കണ്ടിട്ട് ഗംഗങ് എന്ന് പറഞ്ഞു വിളിക്കും. കാരണം ഇവളുടെ കൂടെ പഠിച്ച ബെങ്കൊച്ചാണ് അത്. അങ്ങനെ അതിനുശേഷം അവളുടെ കൂടെ സംസാരിച്ചോണ്ട് ഗംഗങ്ങും അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ ഇവരും ചെന്ന് ഇവർ പഠിച്ച ക്ലാസ് റൂമൊക്കെ കണ്ടിട്ട് അവൾക്ക് യൂഹായിട്ടുള്ള ഓർമ്മയ്ക്ക് ഇങ്ങനെ വന്നു. അപ്പോഴാണ് അവളും ഇവളെ ക്ലാസ് ടീച്ചർ അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ട് ഇവളെ ചെന്ന് കാണാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഗംഗങ്ങും നമ്മുടെ സാറിനെ കാണാൻ പോയിട്ട് ഇവളെ അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സാറാണ് സന്തോഷിത്തി ഗംഗങ് എന്ന് പറഞ്ഞ് അങ്ങേര് മൊത്തത്തിൽ ഹാപ്പിയാകും. അതേസമയം അവളിപ്പോ ആ ഫേമസ് ആയ കമ്പനി വർക്ക് ചെയ്യുന്ന സാറ് വിചാരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ മാഗസിനെ കണ്ട് അടിപൊളിയായിരുന്നു പറയുമ്പം അവളാണ് ആ ജോലിയെ കളഞ്ഞ് പിന്നെ സാറിനെ കാണാൻ നല്ല ലുക്കാന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് സാറിന്റെ ഭാര്യ മറ്റേ ടീച്ചർ അവിടേക്ക് വരുന്നത്. കാരണം ഇവരിപ്പോ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഫോട്ടോയൊക്കെ ഗംഗങ്ങിന് കാണിച്ചു കൊടുക്കുമ്പം അവളാണ് സൗന്ദര്യമെല്ലാം ടീച്ചറിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയും. അതോടെ സാറും കുറച്ച് ഇവളാക്കിയ പോലെയൊക്കെ മനസ്സിലാക്കി അതിനുശേഷം അവിടേക്ക് വരുന്ന പിള്ളേരോടൊക്കെ ഇത് ഇവരുടെ സീനിയറാന്ന് പറഞ്ഞ് ഗംഗങ്ങിനെ പരിചയപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം സാറും ഇവരൊരുമിച്ചെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയെ കണ്ടിട്ട് ഈ ദിവസങ്ങളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് സാറും പറയുമ്പം അവളാണ് സാധാരണ എല്ലാ ടീച്ചേഴ്സും പഴയ പിള്ളേരൊക്കെ വെറും ശല്യമായിട്ടല്ലേ വിചാരിക്കത്തുള്ളെന്ന് ഇവളും ചുമ്മാ തമാശക്ക് അറിയുമ്പം സാറാണ് അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട സമയം അതായിരുന്നു പറഞ്ഞിട്ട് യൂഹി ഇവളെല്ലാം കാണാറുണ്ടോന്ന് ചോദിക്കും. കാരണം അന്നത്തെ കോളേജ് എൻട്രൻസ് എക്സാമിന് ശേഷം ഇവരാരും തന്നെ അവനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ സാറും
അവന്റെ ഒരു വിവരം ഇല്ലല്ലോ എന്നറിഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവൾക്ക് അവൻ എവിടെന്ന് അറിയത്തില്ലെന്ന് പറയും. അതിനുശേഷം ഗംഗങ്ങും അവളുടെ പഴയ വീട്ടിലേക്ക് ചെല്ലുമ്പം അവിടെ യൂഹി ഇവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അന്ന് ആ ചെടി അവിടെ കാണും. പക്ഷെ അതാണ് ഇപ്പൊ മൊത്തത്തിൽ ഉണങ്ങി നശിച്ചു പോയിരിക്കുക. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവളും ഇവരെടുത്ത പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് അവൾ ആ പഴയ ദിവസങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി മിസ് ചെയ്യും. അതിനുശേഷം ആ കൂട്ടത്തിൽ തന്നെ ഇവൾ യൂഹി അന്ന് ക്ലാസ്സിൽ വെച്ചെന്ന് ആ സുഡോക്കോടെ പസിലാണ്. അതുകൊണ്ട് ഇവളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് ഇവർക്ക് ആർക്കെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ട് ബീറ്റയാണ് ചുമ്മാ അടങ്ങിയിരിക്കാതെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവൾക്ക് ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഇവളെ ചുമ്മാ അടങ്ങിയിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ഗംഗങ്ങും അവളുടെ ആന്റി അച്ഛനും പറഞ്ഞ പോലെ ബ്ലൈൻഡ് ഡേറ്റിന് ചെല്ലുമ്പം അവനാണ് ഇവളെ കണ്ടിട്ട് കുറെ ഡിമാൻഡ് അങ്ങ് എടുത്തു വയ്ക്കും. അതായത് പെമ്പിള്ളേർ ജോലിക്കൊന്നും പോയിക്കൂടാ, ചുമ്മാ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് പാചകം ചെയ്താൽ മതിയെന്ന്. കൂടാതെ ഗംഗങ്ങിനെ കുറിച്ച് എല്ലാവരും തിരക്കാതെ ഇവൻ തന്നെ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾക്കാണ് ഇത് തീരെ ഇഷ്ടപ്പെടാതെ ഇവൻ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂഷ്യൻഹിയാണ് ഇവൾ എവിടാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. കാരണം അവൻ ഇപ്പൊ നാട്ടിൽ എത്തിയേക്കുക. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് അവളും ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇവളാദ്യം സഹായിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവിടേക്കൊന്ന് ലൂഷ്യൻഹിയാണ് മാഡം ഗംഗങ് എന്ന് പറഞ്ഞ് അവളൊരു സെലിബ്രിറ്റി ആയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് മറ്റേ ആളാണ് ഷോക്കായി മാഡമോ എന്ന് പറഞ്ഞ് ഇവൾ അത്രയ്ക്ക് വലിയ ആളാന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ലൂഷ്യൻഹിയും ഈ ബിസി സമയത്ത് ഈ സോഡ കുപ്പി എന്തിനാ നിങ്ങൾ കാണാൻ വന്നേന്ന് പറഞ്ഞ് അവനും കുറെ സീരിയസ് ആയിട്ട് പുറത്ത് കുറെ ബിസിനസ്സുകാരൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ഇത് മറ്റവനെ വിശ്വസിച്ചിട്ട് എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സെറ്റിലായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് അയാൾ പൈസ കണ്ട് മൊത്തത്തിൽ വീഴുന്നോമ്പം ലൂഷ്യൻഹിയാണ് നിനക്കാരാടെ മാഡത്തിനോട് സംസാരിക്കാൻ അനുവാദം തന്നെന്ന് പറഞ്ഞ് അവ മാസമായിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും പുറത്ത് വെച്ച് ഇവൾക്ക് ഒരു പാർസൽ വരുമ്പം അവളാണ് ഇത് തരാൻ വേണ്ടിയാണോ ഇത്ര എന്തോ ഒരു യാത്ര ചെയ്ത് വന്നേം ചോദിക്കും. അപ്പോഴാണ് അവനും ഇപ്പോഴെങ്കിലും ഇവളെ ടച്ച് ചെയ്യാൻ ചോദിക്കുമ്പം അവളാണ് ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഇവൻ ആ ബോയ് ഫ്രണ്ടിന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.